ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ അമ്മയുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം അമ്മ ഉണ്ടാക്കിയൊരു പിസ്സ ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്തിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ബോൺലെസ് ചിക്കൻ പീസസ് ഒരു 6 പീസ്, അതിൽ ഒരു ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നമുക്കതിൽ ഒരു അര ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ചെറുങ്ങനെ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്താലും മതി. എന്നിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു സ്പൂണ്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്താലും നല്ലതാണ്. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഒന്ന് കുക്കറിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് വിളിപ്പിച്ചെടുക്കണം. അതിന് ഒരു വീസിലാണ് നമ്മൾ വിളിപ്പിക്കേണ്ടത്. അത്രയും വേവാണ് അതിന് ആവശ്യം. അപ്പോൾ അതിൻ്റെ വേവിൻ്റെ കറക്റ്റ് അളവ് പറയാനാണ് ഞാൻ ഒരു വീസിലെന്ന് പറഞ്ഞത്. ഇനിയിപ്പം നമ്മളതിനെ ഡൗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അളവിൽ നമ്മൾ 2 കപ്പ് മൈദ എടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മളതിൻ്റെ മാവ് കുഴച്ച്, അതൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കേസായിരിക്കും. അതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നേരിട്ട് ചേർക്കുന്ന പോലെയല്ല ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കേണ്ടത്. ഒരു അര ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര, 1 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ അലിയിച്ച് ചേർക്കുക വേണ്ട. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അര ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് അലിയിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് അലിയണം, അതിൽ തരികളുണ്ടാവരുത്. എന്നിട്ട് വേണം നമ്മൾ അത് ഈ നമ്മുടെ മൈദ പൊടിയിലേക്ക് കുറച്ചായിട്ട് ചേർക്കുക. അപ്പോൾ അതിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അലിയാൻ വേണ്ടി കാത്ത് വെക്കണം. ഏകദേശം അതിൽ ചില കട്ട പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ചിലപ്പം ടീസ്പൂൺ എന്നുള്ള കണക്ക് മാറാത്തതുകൊണ്ട് 3 ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റ് നോക്കുമ്പോൾ നമ്മൾ 2 ടീസ്പൂൺ തന്നെയാണ്. അലിയിക്കണം നന്നായിട്ട്. അപ്പോൾ എന്നിട്ട് നമ്മളതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒരു 2 ടീസ്പൂണായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അപ്പോൾ നിങ്ങൾ ഇത് കുഴയ്ക്കുന്നതിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത് ചേർക്കുമ്പോൾ അതിൻ്റെ നനവിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് നനവ് കൂടിപ്പോരുത്, ഒരു പാകത്തിന് തന്നെ നമ്മൾ ചേർക്കണം. അപ്പോൾ നമുക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല. അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം ആ സമയത്ത് നമ്മൾ ചെയ്യാൻ. അപ്പോൾ കുറച്ചായിട്ട് ഇളക്കി കൊടുക്കുക, കട്ട കൂടാത്ത രീതിയിൽ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്താക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പാകത്തിന് കുഴയാവുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് അതിന് കൺസിസ്റ്റൻസി നോക്കി തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതൊരു ഫാസ്റ്റായിട്ട് ചെയ്യാത്തത്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും മെയിനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ മാവ് ക്ലിയറായിട്ട് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പൊങ്ങാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓരോ ടൈമിൽ വെള്ളം ഒഴിക്കുക. അപ്പം വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ ചെയ്തൊക്കെ വെറുതെയാവും. അപ്പോൾ നോക്കിയിട്ട് കുറച്ചായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് ഈ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കിത് ഫാസ്റ്റായിട്ടൊന്നും പറയാത്ത രീതിയിൽ അങ്ങ് പോയാൽ മതി. അപ്പം ഈ പിസയിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പോർഷനാണ് ഈ മാവ് കുഴയ്ക്കുന്ന ഒരു ഭാഗം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ, ബട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഒന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇനി അത് മാവ് ഇതുപോലെ നല്ല രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ചെറിയ രീതിയിൽ ഒട്ടുന്ന രീതിയിൽ, എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് ലെവലാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലൊന്ന് വരുന്ന രീതി ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത്രയാവുന്ന രീതി. അപ്പോൾ അങ്ങോട്ടും ഒട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ ഈ എണ്ണ തേച്ച് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് പരത്തിയിട്ട് അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ പരത്തി വെച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കവറിട്ട് മൂടണം. അതായത് അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ റാപ്പിംഗ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ, റാപ്പിംഗ് പ്ലാസ്റ്റിക് കവർ മേടിക്കാനുണ്ട്. ആ റാപ്പിംഗ് കവർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അമ്മയുടെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഞാനതിൽ വോയിസ് ഓവർ ചെയ്തിടുന്നത്, കാരണം വോയിസ് ഇല്ലാത്ത രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ എൻ്റെ വോയിസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഈ പിസ്സ പലരും പറയാറുണ്ട് ഇങ്ങനെ നല്ലതായിട്ട് ഉണ്ടാക്കി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി, ഹോം മെയ്ഡ് പിസ്സ. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ടോപ്പിംഗ് ആണ്. ടോപ്പിങ്ങിന് ഇൻഗ്രീഡിയൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഒരു ഉള്ളിയാണ് നമ്മൾ അതിനെടുക്കുന്നത്. ഒരു ഉള്ളി, പിന്നെ 2 തക്കാളി, പിന്നെ വറ്റൽമുളക്. ഒരു 3 എണ്ണമാണ് എടുക്കുന്നത്. അത് നമ്മൾ വറ്റൽമുളക് അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് വേണം, കാരണം എരിവ് ഇച്ചിരി കൂടിപ്പോകും കുരു കളഞ്ഞില്ലെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വറ്റൽമുളക്
കുരു കളഞ്ഞിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇതിനെ എല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളതിൽ ഒരു സോസ് മോഡലാണ് ആക്കുന്നത്, ടോപ്പിംഗ് സോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ടോപ്പിംഗ് സോസിന് വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം, ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളിത് ചെയ്യുക. അപ്പോൾ ഒരു പൊടിക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്തേക്കണം അതിനകത്ത്. പിന്നെ അതിൽ കുറച്ച് പഞ്ചസാരയും, ഒരു നുള്ളുപ്പും ആവശ്യത്തിന് പഞ്ചസാര. പിന്നെ നമ്മളതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വേവിച്ചതിന് ശേഷമുള്ള വറ്റൽമുളക്, ഇതാണ് അതിൻ്റെ ഡഫ്. പൊങ്ങി വന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മളിതിൻ്റെ സോസ് ഉണ്ടാക്കുകയാണ്, ടോപ്പിംഗ് സോസ്. അത് നമ്മൾ ഈ എല്ലാം കൂടെ ഇപ്പം ടോപ്പിംഗ് സോസിൻ്റെ എല്ലാം കൂടെ വേവിച്ചിട്ട് അതൊരു മിക്സിയിലിട്ടിട്ട് അടിക്കുക. അപ്പോൾ മിക്സിയിൽ അടിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് തണുത്തിട്ട് വേണം ഇത് മിക്സിയിൽ അടിക്കാൻ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ചൂടോടുകൂടി അടിക്കരുത്. തണുത്തതിന് ശേഷം അത് മിക്സിയിലിട്ട് അടിച്ച് ഒരു ജ്യൂസ് പരുവത്തിലാക്കിയതിന് ശേഷമാണ് നമ്മളതിനെ വഴറ്റിയിട്ട് ഒരു സോസ് പോലെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലോണം അടിച്ച് അതിന് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടും. അതിനെ നമ്മൾ നല്ല രീതിയിൽ കുറുക്കിയെടുക്കണം. ഇതെല്ലാം നോർമലി നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. എന്നിട്ട് നമ്മളിതുപോലെ കുറുക്കിയെടുക്കുക. നല്ല രീതിയിൽ ചെറിയ തീയിൽ കുറുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ടോപ്പിംഗ് സോസ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ആയി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ വേണ്ടിയിട്ട് വീഡിയോ ലെങ്ത്ത് ഒരുപാട് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വന്ന് പിന്നെ കുറുകിയിട്ട് അതിന് ശേഷമാണ് ഒന്ന് കുറുകി വരിക. അപ്പോൾ എൻ്റെ അടുത്ത കൺസിസ്റ്റൻസി ഇതാണ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒട്ടലുണ്ടാവും. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ഇതാക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചിക്കൻ പീസസ് ഒന്ന് നുള്ളി വെക്കുക. നുള്ളി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല രീതിക്ക് ഒരു കുരുമുളക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉള്ളി നമ്മൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി, ഈ കൺസിസ്റ്റൻസി ഒരു ഉള്ളിയാണ് നമ്മൾ ടോപ്പിങ്ങിന് എടുക്കുന്നത്. കൂട്ടത്തിൽ ക്യാപ്സിക്കം ഇതുപോലെ മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ 2 ഷീറ്റ് ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബട്ടറാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതേപോലെ അതിൻ്റെ മാവ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ആവുന്ന പോലെ പരത്തി വെക്കുക. മാവ് പരത്തിയതിന് ശേഷം നമുക്കതിന് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം. ചെറിയ ഫോർക്ക് കൊണ്ട് നമ്മളിങ്ങനെ കുത്തുകുത്തായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് നന്നായിട്ട് വേവാൻ ചാൻസ് കൂടുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പിംഗ് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിലും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം ഫോർക്ക് വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മളത് ചെയ്യുക. പിന്നെ ചീസും ഇതൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഹോൾസ് ഭയങ്കരമായിട്ട് ഉപകരിക്കും, നല്ല രീതിയിൽ ഉള്ളു വേവാനും. അപ്പോൾ നമ്മൾ ടോപ്പിംഗ് സോസ്, നേരത്തെ കുറുക്കി വെച്ച ടോപ്പിംഗ് സോസ് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് നിരത്തി കൊടുക്കുക. അത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യണം. അത് സ്പ്രെഡ് ചെയ്താലാണ് ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങുക. ടോപ്പിംഗ് സോസ് ഇതുപോലെ എല്ലായിടത്തും ഇട്ട് പതുക്കെ എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും എത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ അധികം സ്കിപ്പ് ചെയ്യാണ്ട് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫോർക്ക് കൊണ്ട് ഒന്നും കൂടെ കുത്തി എല്ലായിടത്തുമൊക്കെ ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ടോപ്പിംഗ് സോസൊക്കെ ഉള്ളിലേക്ക് കുറച്ച് ഇറങ്ങും. പിന്നെ നമുക്കത് ഓവനിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ. ഈ സോസിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എല്ലായിടത്തും എത്തണം. ആ ഒരു എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ശരിക്കും. അല്ലെങ്കിൽ ഒരു വെറും ബന്ന് പോലത്തെ ഒരു ഇതായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്ര വലിയ ഒരു ടേസ്റ്റ് തോന്നില്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന പിസയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബന്നിൻ്റെ ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇതിന് മുന്നേയും പലതവണ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഇടാമെന്നുള്ള രീതിയിൽ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചാണ്. എന്നിട്ടിപ്പം ഒന്ന് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഇതേ അളവിൽ മുറിച്ച് വെച്ച ഉള്ളി, ഒരു ഉള്ളിയുടെ കണക്ക് പറഞ്ഞായിരുന്നല്ലോ, ആ ഉള്ളി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം മുകളിൽ. അപ്പോൾ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം എടുക്കുക. ക്യാപ്സിക്കവും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ശരിക്കും പറഞ്ഞാൽ ഇതിൽ സാധാരണ ക്യാപ്സിക്കം ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇതിൻ്റെ മുകളിൽ വരുന്ന ക്യാപ്സിക്കം വെന്ത് കഴിയുമ്പോൾ നല്ല ഓവനിൽ വെന്ത ക്യാപ്സിക്കത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ചിലർ ക്യാപ്സിക്കം വെച്ചിട്ട് കുരുമുളക് ഇട്ടിട്ട് നേരിട്ട് ഓവനിൽ വേവിച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട്. നല്ല അതിനുശേഷം നമ്മൾ ആ നുള്ളി വെച്ച് കുരുമുളകിൽ കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസ് കംപ്ലീറ്റ്ലി ഇതേപോലെ തന്നെ എല്ലായിടത്തും എത്തുന്ന കൺസിസ്റ്റൻ്റായി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ചിക്കൻ്റെ ഇതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന പീസൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ ചില സമയത്ത്
എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ചിക്കൻ അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ആ ടേസ്റ്റും കിട്ടും, അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. ഇതിപ്പം വേവിക്കുന്ന സമയത്ത് തിരിച്ച് ഈ ചിക്കനിലേക്ക് ഇതിൻ്റെ ഈ സോസിൻ്റെ നമ്മൾ ടോപ്പിംഗ് സോസാക്കി വെച്ചതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കയറും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിൽ മെയിനായിട്ട് ബട്ടറാണ്. ബട്ടറൊന്നും നമുക്ക് പുറമേ നിന്ന് മേടിക്കുന്ന ചീസിലൊന്നും ഒരിക്കലും ബട്ടർ അവർ തൊടുക പോലുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ബട്ടർ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ചീസും. ഇപ്പോൾ ചീസ് പുറത്തുനിന്ന് മേടിക്കുന്നതാണ്, നമ്മളിവിടെ ഉണ്ടാക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചീസ് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് എല്ലായിടത്തും ഒരേപോലെ എല്ലായിടത്തും ഇടുക. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓവനിൽ ചീസ് നല്ല രീതിയിൽ ഉരുകി എല്ലായിടത്തും ചേരും. അതിനുശേഷം നമ്മൾ ബട്ടറും ഇതേപോലെ തന്നെ ഒരു സ്പൂണിലെടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച്, ഇപ്പം ചീസ് എത്ര ഇട്ടോ അതേ കണക്കിൽ തന്നെ ബട്ടറും ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ബട്ടറിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ചീസിന് വേറൊരു ടേസ്റ്റ്, ബട്ടറിന് നമുക്ക് വേറെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഈ ബട്ടർ താല്പര്യമില്ലാത്തവർ ബട്ടർ ഒഴിവാക്കാൻ കുഴപ്പമില്ല, ചീസും ബട്ടറും വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് തന്നെ ഈ ടേസ്റ്റാണ്. ബട്ടറിൻ്റെയും ചീസിൻ്റെ ആ ടേസ്റ്റ് ഒരു മിക്സ് ചെയ്ത് എല്ലായിടത്തും വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ പുറത്തുള്ള പിസ്സയിൽ ചില ആൾക്കാർ പ്രിഫറൻസ് പറയും, അതായത് ചീസ് വേണ്ട ബട്ടർ വേണ്ട എന്നൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് നമുക്ക് സേഫായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പുറമേ നിന്ന് മേടിക്കുന്നതൊക്കെ പിസ്സേൻ്റെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, അവരൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. എത്ര നല്ല ക്വാളിറ്റിയുള്ള സ്ഥലത്തു നിന്ന് മേടിച്ചാലും അതിനൊരു പരിധി ഉണ്ടാവും. അപ്പോൾ പിന്നെ ചേർക്കുന്ന ഈസ്റ്റിന് പകരമൊക്കെ പൊങ്ങാൻ വേണ്ടി ബന്ന് പൊങ്ങാനൊക്കെ ആയിട്ട് ചേർക്കുന്ന സാധനങ്ങളുടെയൊക്കെ ക്വാളിറ്റി നമുക്ക് വളരെ ഇതായിരിക്കും. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒന്ന് പേടിക്കണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അത്രയും നല്ല സാധനമാണ്, എല്ലാം വീട്ടിലുള്ള സാധനങ്ങളും വെജിറ്റബിൾസൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ പിസ്സയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല, കാരണം അത്ര ടേസ്റ്റ് വ്യത്യാസമാണ്. ഞാൻ പുറമേ നിന്ന് പിസ്സ കഴിക്കുന്ന ഒരാൾ ഒരു 1-2 തവണ കഴിച്ചിട്ടുള്ളൂ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തി. നമ്മൾ കുറച്ച് വരുന്ന ടോപ്പിംഗ് സോസും കൂടെ നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ട്, മേലത്തെ ടോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ടോപ്പിംഗ് സോസും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ലെങ്തി ആവാനുള്ള മേജർ റീസൺ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് അവിടെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തത്തിൽ തന്നെ മാറ്റമായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതിനെ ഓവനിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. പ്രീ ഹീറ്റഡ് ഓവനാണ്, അതിൽ നമ്മൾ ടെമ്പറേച്ചർ 200 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ടൈമിങ് 20ലാണ് നമ്മൾ ടൈമിങ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇതാവും. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതും കൂടെ നിങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഇതാണ്, നന്നായിട്ടുള്ള ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് നല്ലതാണ്, ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്, പിന്നെ അതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നന്നായിട്ടുണ്ട്. ഓക്കെ.